ഇപ്പോൾ വരുന്ന വാർത്ത വിവാദ പരാമർശം ആവർത്തിച്ചിരിക്കുകയാണ് CPM PB അംഗം A. വിജയരാഘവൻ. കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലടക്കം ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളെ കൂട്ടുപിടിക്കുന്നു. വർഗീയ പ്രസ്ഥാനങ്ങളോടുള്ള കോൺഗ്രസിന്റെ അനുകൂല നിലപാട് ഇനിയും തുറന്നെതിർക്കും. താൻ ഉന്നയിച്ചത് ഗൗരവമുള്ള രാഷ്ട്രീയ വിഷയമാണെന്നും വായടപ്പിക്കാൻ നോക്കേണ്ടെന്നും വിജയരാഘവൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. സാനിയോ മനോമി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സാനിയോ മനോമി, അതേ നിലപാട് അതേപോലെ ആവർത്തിക്കുകയാണ്. ഒരിഞ്ചും പിന്നോട്ട് പോകാതെ വിജയരാഘവൻ. പാർട്ടിയുടെ പിന്തുണ കിട്ടിയെന്ന് വേണമോ കരുതാൻ? പിന്തുണയുണ്ട് എന്തുകൊണ്ട് തന്നെ ആയിരിക്കണം വിജയരാഘവൻ ഒരു പക്ഷേ ഈ ഒരു കാര്യം ആവർത്തിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് പക്ഷേ ആനുകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ RSSന്റെ തീവ്ര വർഗീയതയെ മുറിച്ചു കടക്കൽ അതിപ്രധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വ്യത്യസ്ത വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കി എങ്ങനെ വോട്ട് തേടാമെന്നാണ് കോൺഗ്രസ് ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായാണ് വയനാട്ടിലടക്കം വിജയിച്ചത്. കോൺഗ്രസും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഉൾപ്പെടുന്ന ചേരിയുടെ പിന്തുണയിലാണ് കോൺഗ്രസ് വിജയിച്ചത് എന്ന ഒരു ആരോപണം ആവർത്തിക്കുകയാണ്. ഇത് നൽകുന്ന രാഷ്ട്രീയ സന്ദേശം എന്താണെന്ന് കോൺഗ്രസിന് ഇനിയും ബോധ്യപ്പെട്ടിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും കൂട്ടുപിടിച്ചുള്ള വയനാട്ടിലെ മത്സരം പ്രതിപക്ഷം ഒരു തീവ്ര മുസ്ലിം വർഗീയതയ്ക്കൊപ്പമാണ് എന്നുള്ള തരത്തിലുള്ളൊരു ചിന്ത വളർത്താൻ BJPക്ക്, അങ്ങനെ ഒരു പ്രചാരണം നടത്താൻ BJPക്ക് വളമായി, BJPക്ക് സഹായകരമായി എന്ന് പറയുന്നു. ഇത് അവർ രാജ്യമെമ്പാടും പ്രചാരണ വിഷയമാക്കിയിട്ടും കോൺഗ്രസ് അനങ്ങിയില്ല എന്നുള്ളതാണ് വിജയരാഘവന്റെ ഇപ്പോഴത്തെ വിമർശനം. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയുടെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയുടെ വിജയാഘോഷം തുടങ്ങിയത് SDPIയുടെ പ്രകടനത്തോടെയാണ് എന്നും പറയുന്നു. ഈയിടെ മഹാത്മാഗാന്ധിയെയും ഭഗത് സിംഗിനെയും ജമാഅത്തെ ഇസ്ലാമി ആക്ഷേപിച്ചിട്ടും കോൺഗ്രസ് ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ക്ഷമിക്കണം. മാധ്യമങ്ങളെ പേടിച്ചോ പ്രതിപക്ഷം വിലക്കെടുത്ത സോഷ്യൽ മീഡിയ കൂലി സംഘത്തെ പേടിച്ചോ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് നിർത്തും എന്ന് ആരും കരുതണ്ട എന്ന് പറയുന്നുണ്ട്. തീവ്ര വർഗീയ പ്രസ്ഥാനങ്ങളോടുള്ള കോൺഗ്രസിന്റെ അനുകൂല നിലപാടുകളെ ഇനിയും ശക്തമായി തന്നെ എതിർക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയരാഘവൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. അത് തിരുത്തും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു തിരുത്തലല്ല, പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്നുകൂടി അദ്ദേഹം ആവർത്തിക്കുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം A. വിജയരാഘവൻ CPIMന്റെ PB അംഗം ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. സാനിയോ ആണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.